ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കേരള PSC മുൻപ് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്നും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഭാഗത്തു നിന്ന് വന്ന ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എൻറ്റയർലി PYQ ഡിസ്കഷൻ മാത്രമേ ഈ വീഡിയോയ്ക്കകത്ത് വരുന്നുള്ളൂ. സോ ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് ഇതൊരു ഹെൽപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ അടുത്ത് തന്നെ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് പരീക്ഷകൾ വരാനുണ്ട്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ കൈവശമുണ്ട്. ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽ വാങ്ങണമെന്നുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നേരത്തെ ഒരു സിമിലർ സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പെരിഫറൽ ഡിവൈസ്? ഒരു അനുബന്ധ ഉപകരണമായിട്ട് കണക്കാക്കാത്തത് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഉപകരണമായിട്ട് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസ് ആയിട്ട് കണക്കാക്കാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. കീബോർഡ് തന്നിട്ടുണ്ട്, മൗസ് തന്നിട്ടുണ്ട്, USB തന്നിട്ടുണ്ട്, CPU തന്നിട്ടുണ്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, CPU. ഈ തന്നിരിക്കുന്നതിൽ പെരിഫറൽ ഡിവൈസ് അല്ലാത്തത് CPU ആണ്. അപ്പൊ എന്താണ് പെരിഫറൽ ഡിവൈസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി വർക്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഡിവൈസിനെയാണ് നമ്മൾ പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇന്റേണൽ ഡിവൈസസ് അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ ഡിവൈസസ്, സോ കോൾഡ് പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്നത് കോർ ആർക്കിടെക്ചറിന്റെ ഭാഗമായിരിക്കില്ല. കോർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് CPU, മെമ്മറി, മദർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം കീബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. USB എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പെരിഫറൽ ആണ് എന്ന് നമുക്ക് പറയാം. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് USB എന്ന് പറയുന്നത്. നമുക്കറിയാം പെൻ ഡ്രൈവ്, അതിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മൗസ് ആണ്, നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസ് ആണ്. CPU മാത്രമാണ് ഇതിനകത്ത് വേറിട്ട് നിൽക്കുന്നത്, ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നോണം. അതായത് ഇത് കോർ പ്രോസസിംഗ് യൂണിറ്റിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇതൊരു പെരിഫറൽ ഡിവൈസ് അല്ല എന്ന് നമുക്ക് പറയാം. Now, next question. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഏതാണ് എന്നതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കേണ്ടത് പോലും ഇല്ല. നമുക്കറിയാം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതും. മദർ ബോർഡ് എന്ന് പറയുന്നത് ഈ കോമ്പണൻസിനെ എല്ലാം ഇന്റർകണക്ട് ചെയ്യുന്ന ഒരു കോർ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഇനി HDD എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അത് ഡേറ്റയും ഫയൽസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന്, സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ നോക്കൂ, എന്താണ് വന്നിട്ടുള്ളത്? ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ചിപ്പ്. ബയോസ് ചിപ്പ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പർപ്പസേ അതിനുള്ളൂ. ഓക്കെ, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും CPU ആയിരിക്കും. കാരണം അവിടെയാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഡേറ്റ പ്രോസസ് ചെയ്യുന്നതും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഇൻപുട്ട് ഡിവൈസ്? തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത്? മൗസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്, നമുക്കറിയാം. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോഫോൺ, മൈക്ക് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ഗിവൺ ആസ് VDU. VDU എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. VDU സ്റ്റാൻഡ്സ് ഫോർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലതും. എന്താണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? സിംപ്ലി മോണിറ്റർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നൗ ലെറ്റ്സ് മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് കൺസിഡേർഡ് a direct entry input device? ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് കണക്കാക്കുന്നത് എന്താണ്, ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ സ്കാനർ, മൗസ്, ലൈറ്റ് പെൻ, ഓൾ ഓഫ് ദി എബവ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇടയ്ക്ക് വെച്ച് ഒരു ഇന്റർമീഡിയറി സ്റ്റെപ്പോ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ പ്രോസസ്സോ ഒന്നുമില്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അത് പോസിബിൾ ആക്കുന്ന ഇൻപുട്ട് ഡിവൈസസിനെ നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ സ്കാനർ എന്ന് പറയുമ്പോൾ ഇമേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാപ്ചേഴ്സ് ഡേറ്റ ഡയറക്ട്ലി ഫ്രം പേപ്പർ. സോ ദിസ് ഈസ് എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? മൗസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ പോയിന്റിംഗ് ഡിവൈസ്.
അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്ക്രീനിനകത്ത് കാണുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഒബ്ജക്ട്സിനെ ഡയറക്ട്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൗസ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ്. Which one? Mouse. And now coming to the third option, which is light pen. Light pen എന്ന് പറയുന്നത് ഡ്രോയിങ്ങിനും അതുപോലെ പോയിന്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. സ്ക്രീനിലുള്ള എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പൊസിഷൻ ഡയറക്റ്റ് ഇൻപുട്ട് ആയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ ഡയറക്റ്റ് എൻട്രി ഇൻപുട്ട് ഡിവൈസ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം നോക്കാം. വിച്ച് ഈസ് ദ മെറിറ്റ് ഓഫ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ? പ്രിന്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ടിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് പ്രിന്റേഴ്സ് ആണുള്ളത്, എന്തിന്റെ ബേസിസിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അതർ ലാംഗ്വേജ് പ്രിന്റ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഡോട്ട് മാട്രിക്സ് പ്രിന്ററിൽ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായാൽ മതി. നോട്ട് എക്സ്പെൻസീവ്, ദാറ്റ്സ് ട്രൂ. കമ്പാരിറ്റീവ്ലി നോട്ട് എക്സ്പെൻസീവ്. പിന്നെ യൂസ്ഡ് വൈഡ്ലി, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി. ബിസിനസ് നീഡിങ്സിലും മൾട്ടി കോപ്പി പ്രിന്റ്സ് എടുക്കേണ്ട സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദം. എല്ലായ്പ്പോഴും റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദം ആവണമെന്നില്ല. സോ ഓൾ ഓഫ് ദം കണ്ട ഉടനെ നിങ്ങൾ ചാടിക്കേറി ബബിൾ ചെയ്യരുത്. ലെറ്റ്സ് ട്രൈ ടു ആൻസർ അനദർ ക്വസ്റ്റ്യൻ. Which of the following memories must be refreshed many times per second? And the right answer is option B, dynamic RAM. ചോദിച്ചിരിക്കുന്ന ഇതാണ്, തന്നിരിക്കുന്ന മെമ്മറീസിൽ ഇടയ്ക്കിടെ റീഫ്രഷ് ചെയ്യേണ്ട മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാം പ്രൈമറി മെമ്മറി ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. റാം സ്റ്റാറ്റിക് റാമും ഉണ്ട്, ഡൈനാമിക് റാമും ഉണ്ട്. സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് പവർ ഓഫ് ചെയ്യുന്നത് വരെയും അതിലെ ഡേറ്റ റീറ്റെയിൻ ചെയ്യും. പക്ഷേ ഡൈനാമിക് റാം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ കോൺസ്റ്റന്റ് ആയിട്ട് ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനകത്ത് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈനാമിക് റാമിനകത്ത് കപ്പാസിറ്റേഴ്സും സ്റ്റാറ്റിക് റാമിനകത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് റീഫ്രഷ് ചെയ്യേണ്ട മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ പറഞ്ഞോളാം ഡൈനാമിക് റാം ആണ് എന്നുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾ എക്സ്പ്ലെയിൻ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു യുവർ കമ്പ്യൂട്ടർ കോൾഡ്? നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പെർമനന്റ് ആയിട്ട് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുള്ള മെമ്മറി ഏതാണ്? റൈറ്റ് ആൻസർ റോം, ഓപ്ഷൻ എ. CPU എന്ന് പറയുന്ന മെമ്മറി പോലും അല്ല, ഇറ്റ്സ് പ്രൊസസർ. മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണോ? അല്ല. റാം സ്റ്റോറേജ് ഡിവൈസ് ആണ്, പക്ഷേ അത് പെർമനന്റ് അല്ല, വോളറ്റൈൽ മെമ്മറി ആണ്. അത് ടെമ്പററി ആണ്, പവർ ഓഫ് ചെയ്യുമ്പോൾ ഇറേസ് ചെയ്യും അത്. പക്ഷെ റോം അങ്ങനെയല്ല. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റാലിറ്റിനെയാണ് നമ്മൾ പെർമനന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റോമിനകത്താണ് നമ്മൾ ബയോസും അതുപോലെ തന്നെ മറ്റ് ഫേം വെയറുകളൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സിസ്റ്റം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ OS ഒക്കെ ലോഡ് ചെയ്യുന്നത് ഈ റോമിൽ നിന്നായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ചെക്ക് അനദർ ക്വസ്റ്റ്യൻ. എല്ലാം PYQs ആണ് കേട്ടോ. വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഹെൽപ്സ് ടു സ്റ്റോർ ഇൻഫർമേഷൻ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കീബോർഡ് ആണോ? അല്ല, ഇത് ഇൻപുട്ട് ഡിവൈസ് ആണ്, സ്റ്റോറേജ് ഡിവൈസ് അല്ല. മൗസ് ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ എന്താണ്? Again, input device ആണ്. But in case of disk drives, these are storage devices to store data and files permanently. So the right answer is option C, disk drive, or എന്തെന്ന് പറയാം, DD. നമ്മൾ ഇത് കണ്ടിട്ടില്ലേ, HDD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഓക്കെ, അതിലെ DD ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് പ്രിവെന്റ് കൺജഷൻ ആൻഡ് ഡേറ്റ കൊളീഷൻസ്. ഇപ്പൊ പറഞ്ഞതിലൊന്നും കൺജഷനെ കുറിച്ചോ ഡേറ്റ കൊളീഷനെ കുറിച്ചോ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ നോട്ട്സിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഹബ്ബ് തന്നിട്ടുണ്ട്. ഹബ്ബ് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ലെയർ 1 ആണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കൊളീഷൻ പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി ഒരു നെറ്റ്വർക്കിനകത്ത് സേ ഒരു 4 സിസ്റ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 4ലേക്കും അയക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ ഡേറ്റ പോവുകയാണ്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ചിലപ്പോൾ ഈ സിസ്റ്റംസ് 4 ഇങ്ങനെയായിരിക്കാം കണക്ട് ചെയ്തിട്ടുണ്ടാക്കുക. ഏത് ടോപ്പോളജിയാണ് ഇത് ഫോളോ ചെയ്യുന്നത് എന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ഹബ്ബ് വെച്ചിട്ട്, ഒരു ഹബ്ബ് എന്ന് പറയുന്നത് സെൻട്രൽ ഡിവൈസ് ആണല്ലോ, അതിന്ന് ഇതിലേക്കെല്ലാം കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് ബേസിക്കലി മോർ കൊളീഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഹബ് ഈസ് നോട്ട് മൈ ആൻസർ. നൗ ഗേറ്റ്വേ.
ഗേറ്റ്വേ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺജഷൻ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡേറ്റ കൊളീഷനോ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. ബട്ട് ഇൻ കേസ് ഓഫ് സ്വിച്ചും റൗട്ടറും ഇന്റലിജന്റ് ഡിവൈസസ് ആണ്. ദേ ക്യാൻ ഫോർവേഡ് ഡേറ്റ വൈസ്ലി. ഏത് വഴി കൂടെ എങ്ങനെ ഡേറ്റ പോകണം എന്നുള്ളത് ഈ രണ്ട് ഡിവൈസസിനും ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ തന്നിട്ടുള്ള സ്വിച്ച് ക്യാൻ ബി അൻ ആൻസർ. ആൻഡ് ഫൈനലി വാട്ട് ഇസ് ഗിവൺ? പ്രോക്സി സെർവർ. പ്രോക്സി സെർവർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ട്രാഫിക്കിങ്ങിനൊന്നും വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ല. ഒരു ആപ്ലിക്കേഷൻ ലെയർ സർവീസ് ആണ് പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. സോ this is not the answer. So I can say that option C is the right answer. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് DDoS? DDoS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് DOS, denial of service. DDoS in mobile systems wait for the owner to trigger the cyber attack. ഓണർ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മാത്രമാണ് സൈബർ അറ്റാക്ക് ട്രിഗർ ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള ഒരു DDoS, ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് സൈബർ ഡൂയിങ് ഉണ്ട്. അത് മൊബൈൽ സിസ്റ്റംസിൽ. ഈ തന്നിരിക്കുന്നതിൽ അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേംസ് തന്നിട്ടുണ്ട്, വൈറസ് തന്നിട്ടുണ്ട്, ബോട്ട്നെറ്റ്സ് തന്നിട്ടുണ്ട്, ദെൻ പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. പ്രോഗ്രാംസ് അല്ല, പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സൈബർ റോങ്സിനകത്ത് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി വേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, തന്നെത്താനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈറസ് എന്ന് പറയുന്നത് യൂസർ എക്സിക്യൂട്ടഡ് ആണ്. ഈ വേംസ് ഓട്ടോണോമസ് ആയിരിക്കും, അതുപോലെ തന്നെ DDoS സ്പെസിഫിക് ആയിരിക്കില്ല. വൈറസസ് ആണെങ്കിൽ നോട്ട് കോർഡിനേറ്റഡ് DDoS, കമാൻഡ് കൺട്രോൾ അല്ല. ഇനി ബോട്ട് നെറ്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത് റിമോട്ട് ട്രിഗർ ബൈ ഓണർ ആയിരിക്കും. ഇറ്റ്സ് എ പ്രൈമറി മെത്തേഡ് ഓഫ് DDoS അറ്റാക്ക്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എ കമ്പ്യൂട്ടർ ഡിറൈവ് ഇറ്റ്സ് ബേസിക് സ്ട്രെങ്ത് ഫ്രം. എവിടെ നിന്നാണ് കമ്പ്യൂട്ടറിന് അതിന്റെ ബേസിക് സ്ട്രെങ്ത് കിട്ടുന്നത്? സ്പീഡ്, ഓക്കെ, അക്യുറസി, ഓക്കെ, മെമ്മറി, ഓക്കെ, ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നൊക്കെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ബേസിക് സ്ട്രെങ്ത് ഡിറൈവ് ചെയ്യുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് വിതൗട്ട് എ ഡാഷ്. ഏതൊക്കെയാണ്? ചിപ്പ്. ഒരു ചിപ്പ് ഇല്ലാണ്ട് കമ്പ്യൂട്ടറിനൊന്നും ചെയ്യാൻ പറ്റില്ല. റോങ്. മെമ്മറി റോങ്. ഔട്ട്പുട്ട് ഡിവൈസ് റോങ്. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി. ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കണം അതിനകത്ത്, എങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ്സ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവറിത്തിങ് കമ്പ്യൂട്ടർ ഡസ് ഈസ് കൺട്രോൾഡ് ബൈ ഇറ്റ്സ് ഡാഷ്. റാം ആണോ? അല്ല. റോം ആണോ? അല്ല. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കമ്പ്യൂട്ടറിനകത്ത്. കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബേസിക്കലി CPU ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. സ്റ്റോറേജ് ഡിവൈസസ് ആണോ? ഒബ്വിയസ്ലി നോ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഈ ഒരു PYQ ഡിസ്കഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. പിന്നെ നേരത്തെ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം മറക്കേണ്ട. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിലും നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.